ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും ശ്രീജ നമ്മുടെ വേദയോട് പറയുക. അപ്പോൾ വിക്രം പണ്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയണം. പഠിക്കാൻ മിടുക്കനായിരുന്നു, ഏത് പെൺകുട്ടിക്കും ഏത് രാത്രിയിലും എൻ്റെ മകനോടൊപ്പം പോകാം ധൈര്യമായിട്ട്, അങ്ങനെയൊക്കെ അച്ഛൻ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിക്രത്തിന് മറ്റു പെൺകുട്ടികളുമായിട്ട് എന്തെങ്കിലും അടുപ്പമൊക്കെ ചോദിച്ചു. അപ്പോൾ രാധയായിട്ട് എന്തെങ്കിലും അടുപ്പത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അതറിയാൻ ധൃതിയല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. കൊള്ളാമെന്ന് ശ്രീജ. പിന്നെ രാധ ചെറുപ്പം മുതൽ ഈ വീട്ടിൽ ഒരാളെപ്പോലെ വളർന്ന കുട്ടിയാണെന്നും അച്ഛനും അമ്മയ്ക്കും അവളെ വലിയ കാര്യമായിരുന്നു എന്നും പിന്നെ അവളുടെ അമ്മ പറമ്പിൽ പണ്ട് അച്ഛനെ സഹായിക്കാനൊക്കെ വരുമായിരുന്നു എന്നൊക്കെ ശ്രീജ പറയുക. പിന്നെ അവളുടെ പഠിപ്പിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അച്ഛനാ പണ്ട് ചെയ്തു കൊടുത്തോണ്ടിരുന്നതെന്നും പറഞ്ഞു. വിക്രവുമായിട്ട് രാധയുടെ ബന്ധം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പം എന്ത് ബന്ധം? അങ്ങനെയല്ല ശ്രീചേർത്തി ഞാൻ ഉദ്ദേശിച്ചത്, ഈ ചെറുപ്പത്തിലേ നമ്മൾ പറഞ്ഞു വെക്കില്ലേ വലുതാകുമ്പോൾ ഇങ്ങനെ വിവാഹം കഴിപ്പിക്കുമെന്നൊക്കെയുള്ള രീതിയിൽ. വിക്രം ഇന്ന് വരെ ആ ഒരു രീതിയിൽ അവളെ കണ്ടിട്ടില്ല. പക്ഷേ രാധയുടെ മനസ്സിൽ വിക്രമിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ സമാധാനം ആയി നമ്മുടെ വേദയ്ക്ക്. വേദ ഇങ്ങനെ കുത്തി ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീജയ്ക്ക് ശരിക്കും ചിരിയാണ് വന്നത്. ശ്രീജ അന്നേരം പറഞ്ഞു, വിക്രം ഒരിക്കലും ഒരു പെൺകുട്ടി എന്നുള്ളതിനപ്പുറം രാധയെ കണ്ടിട്ടില്ല എന്ന്. അത് കേട്ടപ്പോൾ വേദയുടെ ശ്വാസം നേരെ വീണു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കഥയിലേക്ക് വന്നു. അങ്ങനെ വിക്രം സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് രാധ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ രാധ, വിക്രമേട്ടനെ ഞാൻ എത്ര തവണ വിളിച്ചു എന്ന് ചോദിച്ചു. ആണോ? അല്ലാണ്ട് പിന്നെ ഞാൻ കേട്ടില്ല രാധയെന്ന് പറഞ്ഞു. വിക്രമേട്ടൻ ബസ് ഇറങ്ങുമ്പോഴേ ഞാൻ ആ ചായക്കടയിലുണ്ടായിരുന്നു, അപ്പം മുതലേ വിളിക്കുന്നതാ. ചായക്കടയിലോ? ചായക്കടയിൽ. നീ ഒറ്റയ്ക്കോ? എന്താ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോയി ചായ കുടിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അതെ, അരവിന്ദേട്ടൻ്റെ കടയിലെ ബീഫും പഴംപൊരിയും ബെസ്റ്റാ, കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ രാധ ചോദിക്കുമ്പം ഇല്ലാന്ന് പറഞ്ഞു വിക്രം. ഒരു ദിവസം ഞാനത് വാങ്ങിച്ചു തരാട്ടോ. വേണ്ടാന്ന് പറഞ്ഞു. അല്ല, അതിനുള്ള കാശൊക്കെ ഇടുന്നോ നിനക്ക്? അതൊക്കെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞു. അടിച്ചു മാറ്റാനോ? രാത്രി അച്ഛൻ നല്ല പൂസായിട്ടാ വരിക, പോക്കറ്റിൽ എത്ര ബാക്കിയുള്ളതെന്ന് ആൾക്കും വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് രാധയും വിക്രവും സംസാരിച്ചിങ്ങനെ പോരുമ്പം രാധയെ പറഞ്ഞ് തിരുത്താനൊക്കെ വിക്രം ശ്രമിക്കുന്നു. പിന്നെ ഇനി ഇങ്ങനെ താമസിച്ച് ചെന്നാൽ അച്ഛനും അമ്മയ്ക്ക് സങ്കടമാവില്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തെങ്കിലും നുണ പറയും? അച്ഛനോടും അമ്മയോടും നുണ പറയാനോ? നുണ പറയാനാണോ കാരണങ്ങളില്ലാത്തതെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ രാധയാണെങ്കിൽ വിക്രവുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ അങ്ങ് പോരുന്നു. അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ ഞാൻ വിക്രമേട്ടനോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. എന്താ? അപ്പോൾ ഞാൻ പറയട്ടെ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അതിനുശേഷം ചിരിയും കളിയും ഒക്കെ ആയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രം വീട്ടിൽ വന്നിരുന്നു പഠിക്കുക. രാത്രി പഠിച്ചു മടുത്തു. മകൻ കഴുത്തും കൈയൊക്കെ ഒടിഞ്ഞിരുന്ന് പഠിക്കുന്ന അച്ഛൻ പുറകിലൂടെ വന്ന് നോക്കിയ സന്തോഷത്തോടെ അവിടെ നിന്ന് അങ്ങ് പോയി. അതിനുശേഷം അച്ഛൻ മോൻ്റെ അടുത്തേക്ക് വന്നു ഒരു കാപ്പിയൊക്കെ ആയിട്ട്. ഇതെന്താ അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മോൻ ഉറക്കൊളിച്ചിരുന്ന് പഠിക്കുന്നതല്ലേ, കാപ്പി നല്ലതാണെന്ന് പറഞ്ഞ് അച്ഛൻ മോന് കാപ്പിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. വിക്രം കാപ്പിയൊക്കെ കുടിച്ചിരുന്ന് പഠിക്കുക. ആ സമയത്ത് പിന്നെ വേദയിലേക്കും ശ്രീജയിലേക്കും കാര്യങ്ങൾ വന്നു. ഇത്രയ്ക്കൊക്കെ നല്ലവനായിരുന്ന വിക്രം എങ്ങനെ പിന്നെ ഇങ്ങനെ ആയത് എന്ന് വേദ ചോദിക്കുക കേട്ടോ. അത് വിക്രം കോളേജിൽ പഠിക്കുന്ന കാലത്താണെന്ന് പറയുമ്പോൾ അന്ന് ശ്രീജയടുത്തി കല്യാണം കഴിഞ്ഞ് വന്നിരുന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവനെ കൊണ്ടുവിടുകയും ചിലപ്പോഴൊക്കെ ബസ് സ്റ്റോപ്പിൽ നിന്ന് സൈക്കിളിൽ ഇരുത്തി കൊണ്ടുവരികയും ചെയ്തിരുന്നത് നമ്മുടെ അച്ഛനായിരുന്നു എന്ന് ശ്രീജ പറയുക കേട്ടോ. പിന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സകല വിദ്യാർത്ഥികൾക്കുള്ള മാതൃക നമ്മുടെ വിക്രമായിരുന്നു എന്നൊക്കെ വേദയോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ജീവിതത്തിൽ താൻ അഭിമാനിക്കാൻ പോകുന്നത് വിക്രം പ്രതിയായിരിക്കുമെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവം ഇവർ സംസാരിക്കുന്നു. പിന്നെ വീണ്ടും കോളേജിലേക്ക് പോകുന്ന വിക്രത്തെ കാണിക്കുന്നത്. അപ്പോൾ ശ്രീജേട്ടത്തി അവിടെ നിന്ന് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴേക്കും നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്നു. ഏട്ടത്തി, എനിക്കിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വേണ്ട കേട്ടോ എന്നും പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അതെന്താ? അത് പിന്നെ ഇന്നൊരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണം അവൻ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു ശ്രീജ. ഞങ്ങളുടെ ഗ്യാങ്ങിന് അവൻ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്യാങ്ങോ? എത്ര പേരുണ്ടാ ഗ്യാങ്ങിലെന്ന് ചോദിച്ചു അച്ഛൻ. അത് പിന്നെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ഒരു 8-10 പേരുണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും നന്നായി പഠിക്കുന്നവരാണോ മോനെ, അതോ തല്ലുകൊള്ളികളാണോ എന്നൊക്കെ ചോദിക്കുമ്പം അവൻ അങ്ങനെയുള്ള കൂട്ടൊന്നും കാണില്ല, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവർ തന്നെയാണ് അല്ലേടാ എന്ന് അമ്മ. അപ്പോൾ അതേ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തുന്ന ടീമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ 10 പേർക്ക് ബിരിയാണി വാങ്ങിച്ച് കഴിക്കാൻ കുറേ കാശാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ നോക്കുക. ഒരു ബിരിയാണിക്ക് എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചു. ഒരു 70 രൂപ കാണുമായിരിക്കുമെന്ന് വിക്രം. അപ്പോൾ 10 ബിരിയാണിക്ക് 100 രൂപയാകും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലവാരം വെച്ച് 25 കിലോ അരിയുടെ കാശ് അല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ വിക്രത്തിന് സങ്കടമായി. സങ്കടപ്പെട്ട് വിക്രം ഇങ്ങനെ നിൽക്കുക കേട്ടോ.
1 മാസം വീട് കഴിഞ്ഞ് പോകാനുള്ള വകയെ അതെന്ന് അച്ഛൻ മോനോട് പറയുന്നു. കമല അന്നേരം ഇങ്ങനെ നോക്കുക. ശ്രീജ അവിടെ പൊതിയൊക്കെ കിട്ടിക്കൊണ്ട് തന്നെ നിൽക്കുവാണ്. അത്രയും കാശ് മുടക്കി നീ ആണെങ്കിൽ കൂട്ടുകാർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ എവിടുന്ന് അച്ഛാ കാശ്? അപ്പോൾ അതെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ അത്രയും കാശൊന്നും ഉണ്ടാകാൻ വഴിയില്ല അല്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കൊടുത്തതാവും മാഷേ. ആയിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി പഠനത്തിൻ്റെ ആവശ്യമെന്ന് കള്ളവും പറഞ്ഞ് വീട്ടിൽ നിന്ന് വാങ്ങിച്ചതും ആകാം അല്ലേ വിക്രം? അയ്യോ അച്ഛാ, അവൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല അച്ഛാ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നിന്റെ കൂട്ടുകാരന്മാരുടെ സ്വഭാവം നിനക്കല്ലേ അറിയുള്ളൂ എന്ന് മാഷ നേരം വിക്രത്തോട് പറയുന്നു. ശ്രീജ ആ ചോറ് മാത്രം പിടിച്ച് അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു വന്നത് അതല്ല മോനെ, ഇന്ന് അവന് ബിരിയാണി വാങ്ങിച്ചു തന്ന നാളെ ഒരു അവസരം വരുമ്പോൾ നീയും തിരിച്ചത് ചെയ്യേണ്ടി വരുമെന്ന കാര്യം പറയുവാണ്. അത്ര ആർഭാടങ്ങളിൽ ചെലവഴിക്കാൻ നിന്റെ അച്ഛൻ്റെ കയ്യിൽ കാശില്ലാന്ന് നിനക്ക് അറിയില്ലേ എന്ന് വിക്രം ചോദിക്കുക. വിക്രത്തോട് അച്ഛൻ പറയുക, ദേ അതുകൊണ്ട് നീ ആ സൽക്കാരത്തിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാഷയെന്ന് പറഞ്ഞ കമല വിളിച്ചപ്പം കമല ഇങ്ങോട്ടൊന്നും പറയണ്ട. അങ്ങനെ ദേ ശ്രീജ ആ ചോറും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തിന് ആ ചോറ് കൊടുത്ത് വിടുവാണ്. അപ്പോൾ അച്ഛനിങ്ങ് തന്നാൽ മതി, ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു. നീ ആ ബാഗ് ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ മോൻ്റെ ബാഗ് മേടിച്ചു. അച്ഛൻ ബാഗ് മേടിക്കാൻ നേരത്ത് വിക്രമാണെങ്കിൽ ബാഗ് ഇങ്ങനെ മറിച്ച് പിടിക്കുക കേട്ടോ. അപ്പോൾ നീ എന്തിനാണ് നിന്ന് പരുങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ പറയാം. പിന്നെ നീ എന്തിനാ ബാഗ് ഒളിപ്പിച്ചത്? അത് പിന്നെ ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. ആ ബാഗ് ഇങ്ങ് തരാൻ പറഞ്ഞു. നീ എന്താ ബാഗിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. നീ ഇങ്ങ് താ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് വാങ്ങിച്ചിട്ട് അച്ഛൻ തുറന്നു നോക്കുമ്പോൾ വിക്രത്തിൻ്റെ ബാഗിൽ ഒരു സിഗരറ്റിൻ്റെ കവർ. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ട് അച്ഛൻ ഇതെവിടെ നടാന്ന് ചോദിച്ചു. ഇത് എൻ്റെ അല്ല അച്ഛാന്ന് പറഞ്ഞു വിക്രം. അപ്പോഴത്തേക്ക് മാഷ് ഇത് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് പൊടി, അതായത് എന്തൊക്കെയോ പൊടികളും കാര്യങ്ങളൊക്കെ കണ്ടു. ഇത് കണ്ടപ്പോൾ മാഷ് ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ അദ്ദേഹം അത് മണത്ത് നോക്കി. അപ്പോൾ ഇതെവിടെ നടാന്ന് ചോദിച്ചു. ഇതെനിക്ക് അറിയില്ല അച്ഛാന്ന് വിക്രം പറഞ്ഞു. എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് വിക്രം പറയുക. രാവിലെ പുസ്തകം വെക്കുമ്പോഴാണ് ഞാനത് കണ്ടതെന്ന് പറഞ്ഞ് തീർന്നില്ല. വിക്രത്തിനോട് ഒരു ഒറ്റ അടിയായിരുന്നു നമ്മുടെ അച്ഛൻ. അതിനുശേഷം പിന്നെ വിക്രത്തിനെ അവിടെ ഇട്ട് കുറേ ഇട്ട് തല്ലി. നീ ഇതിനു വേണ്ടിയാണോടാ കോളേജിലേക്ക് പോയത്? നീ ഇതിനു വേണ്ടിയാണോടാ ഞാൻ പഠിപ്പിക്കാൻ വിട്ടതെന്നൊക്കെ ചോദിച്ച് അച്ഛൻ ഇങ്ങനെ അവിടെ ഇട്ട് അടിച്ച് തകർത്തു വിക്രത്തിനെ. ആ മനുഷ്യൻ ഇത് കണ്ട് ഞെട്ടിപ്പോയി. വിക്രം പറഞ്ഞ് അച്ഛൻ വിശ്വസിച്ചുമില്ല. അവൻ്റെ ഒരു ഗ്യാങ്ങും ബിരിയാണി പാർട്ടി എന്താടാന്ന് ചോദിച്ചു കുറേ തല്ലി. അപ്പോൾ ആ സിഗരറ്റിൻ്റെ കവറും അതിൻ്റെ അകത്ത് ഒരു മയക്കുമരുന്നിൻ്റെ പൊതിയുമായിരുന്നു ഇരുന്നത്. അതാണ് അച്ഛൻ പിടിച്ചത്. അങ്ങനെ വിക്രത്തെ കുറേ തല്ലി. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കുറേ പറഞ്ഞെങ്കിലും മാഷ് കുറേ തല്ലി കേട്ടോ. അപ്പോൾ സത്യമായിട്ട് എനിക്ക് അറിയില്ല അച്ഛാ എന്ന് പറയുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന സഞ്ചിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് മാഷ് ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളവും അടിയൊക്കെയാണ്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് വീണ്ടും ശ്രീജയിലേക്കും വേദയിലേക്കും കാര്യങ്ങൾ വന്നു. അങ്ങനെ വേദയോട് കാര്യങ്ങളെല്ലാം പറയുക. അത് ശരിക്കും വിക്രത്തിൻ്റെതായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ വേദയ്ക്ക് എന്താ തോന്നിയത് എന്ന് ശ്രീജ അന്നേരം തിരിച്ചു ചോദിച്ചു. ഒരിക്കലും അത് വിക്രത്തിൻ്റെതായിരിക്കില്ല എന്ന് വേദ പറയുമ്പോൾ അതായിരുന്നു സത്യവും. പക്ഷേ അച്ഛൻ്റെ ന്യായം അതായിരുന്നില്ലല്ലോ എന്ന് ശ്രീജ പറയുക കേട്ടോ. അപ്പോൾ സിഗരറ്റിൻ്റെ പാക്കറ്റ് ബാഗിൽ വരണമെങ്കിൽ അത്തരം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുന്നത് കൊണ്ടായിരിക്കില്ലേ എന്നായിരുന്നു അച്ഛൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ്റെ നല്ല ഭാവിയെക്കുറിച്ച് അമിതമായി ചിന്തിച്ചു കൂട്ടിയാൽ ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതാവാമെന്ന് ശ്രീജയും പറഞ്ഞു വേദയോട്. കുട്ടികൾക്ക് പറ്റുന്ന ഇത്രയും തെറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത് അച്ഛനമ്മമാർക്ക് പലപ്പോഴും പിഴവ് പറ്റാറുണ്ടെന്നും വേദ പറയുവാണ്. ചെറിയ തെറ്റിൽ നിന്ന് വലിയ തെറ്റുകളിലേക്ക് അവർ സഞ്ചരിക്കുകയും ചെയ്യുമെന്നൊക്കെ വേദ പറയുക. അപ്പം അതൊക്കെ ശരിയാണെന്ന് ശ്രീജയൻ സമ്മതിച്ചു. അതെങ്ങനെ ബാഗിൽ വന്നു എന്ന് അവൻ പറഞ്ഞാൽ മതിയായിരുന്നു. എത്ര ചോദിച്ചിട്ടും അവനത് പറയാൻ പറ്റിയില്ല എന്ന് ശ്രീജ പറയുവാണ്. പിന്നെ വീണ്ടും പഴയ കാര്യത്തിലേക്ക് വന്നു. അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ കമല ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുക. മാഷ് കഴിക്കാൻ കൂട്ടാക്കാതെ അവിടെ ഇരിക്കുകയാണ്. മാഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവനെ ആരോ ചതിച്ചത് എനിക്ക് ഉറപ്പാണ്. രാവിലെ ബാഗ് തുറന്നപ്പോഴാണ് അവനും കണ്ടതെന്ന് പറഞ്ഞില്ലേ, അത് സത്യമായിരിക്കുമെന്ന് കമല മാഷിനോട് പറയുമ്പം ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുന്നതും കേൾക്കുന്നതുമായ വാർത്തകൾ നിനക്കും അറിയാവുന്നതല്ലേ കമല എന്ന് മാഷ് ചോദിക്കുക. മോശം കൂട്ടുകെട്ടുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പ്രായം ഇതെന്ന് പറയുമ്പോൾ അവൻ അങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊന്നും ചെന്ന് പെടില്ല മാഷേ, എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു കമലയെ. പിന്നെ എങ്ങനെയാ അത് അവൻ്റെ ബാഗിൽ വന്ന് പെട്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അത് ആരെങ്കിലും അവനെ കൊടുക്കാൻ വേണ്ടി വെച്ചതാണെങ്കിലോ വെച്ചാന്ന് ശ്രീജ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുവാണ് മാഷ് ഒരു രീതിയിലും അടുക്കുന്നില്ല. വിക്രം അത് ചെയ്ത് തന്നെയാണെന്ന് പറയണം. ചിലപ്പോൾ അവനോടുള്ള അസൂയ കൊണ്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിലോ അച്ഛാ എന്ന് ശ്രീജ പറയുമ്പം അത് ശരിയാ, പിള്ളേർക്കിടയിൽ അങ്ങനെ ഉണ്ടാവാമല്ലോ മാഷേ എന്ന് കമലയും പറഞ്ഞു. അന്നേരം എനിക്കെന്തോ അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല കമല, ഞാൻ അങ്ങനെ വിശ്വസിക്കുകയില്ല. അവനവൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെ കമലേ, എന്തിനാ ഇക്കാലത്ത് ഇങ്ങനെയുള്ളവരൊക്കെ കൂടെയുള്ളതെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കൂട്ടുകൂടലും ഗ്യാങ്ങൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതും അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പം എല്ലാം അവന് മനസ്സിലായിട്ടുണ്ടെന്നും ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടും ഉണ്ടെന്ന കാര്യം കമല പറയുവാണ്.
ഇങ്ങനെ മാഷിനെ പറഞ്ഞ് അനുനയിപ്പിക്കുക. പിന്നെ കമലയോട് മാഷ് പറഞ്ഞു കൊടുക്കുകയാണ് വിക്രത്തോട് ഓരോന്ന് ഉപദേശങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ തല്ലിയത് അവന് വേദനിച്ച് കാണുമോ കമലയെന്ന് ചോദിക്കുമ്പോൾ മാഷ് അവനെ തല്ലിയതിനേക്കാൾ മാഷ് അവനെ വിശ്വസിച്ചില്ല എന്നതിലാണ് അവന് കൂടുതൽ സങ്കടം വന്നതെന്ന കാര്യങ്ങൾ കമല ഇങ്ങനെ മാഷിനോട് പറയുക കേട്ടോ. ആ ഒരു സമയത്ത് എൻ്റെ നിയന്ത്രണം വിട്ടുപോയി എന്നും മാഷ് പറഞ്ഞു. അപ്പോൾ സാരമില്ല മാഷേ, കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ മാഷ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ മാഷിന് ഭക്ഷണമൊക്കെ കൊടുത്ത് കമല ഇങ്ങനെ ഇരിക്കുമ്പോൾ മാഷ് മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു. നോക്കുമ്പോൾ എന്താ, നമ്മുടെ വിക്രം അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നതാണ്. വിക്രം അടി ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നീ നോക്കാൻ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക, ഇത് നോക്കാൻ പറഞ്ഞ് കമലയെ കാണിച്ചു കൊടുക്കുമ്പോൾ പൂര അടി ഉണ്ടാക്കുന്ന വീഡിയോ. ഇത് കണ്ടോ, ഇതാണോ നിന്റെ മകൻ പറഞ്ഞത് സത്യമല്ല എന്നുള്ളത്, അവൻ ചെയ്തു കൂട്ടിയത് നീ കണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് വെച്ചാൽ അവിടുന്ന് മാഷ് ഇറങ്ങിപ്പോയി. അപ്പോൾ അന്ന് രാത്രി ഒത്തിരി രാത്രിയായിട്ട് മാഷ് വന്നില്ല. കമലയാണെങ്കിലും മുറ്റത്തിരുന്ന് കാവലിരിക്കുക വരുന്ന നോക്കിക്കൊണ്ട് വഴിക്കണ്ണും നട്ട്. അപ്പോഴേക്ക് ശ്രീജ ഇറങ്ങി വന്നു. അമ്മ കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മാഷും വിക്രവും ഇതുവരെ വന്നില്ലല്ലോ മോളെ. അവർ വന്നോളൂ അമ്മ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ വിശ്വം കിടന്നു എന്ന് ചോദിച്ചപ്പം ഇപ്പോഴേ ഉറങ്ങിയെന്ന് ശ്രീജ പറയാം. ഇവർ കാത്തിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം കയറി വന്നു. വിക്രം കയറി വന്നപ്പോൾ അമ്മ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എന്നു മുതലായി എന്നോട് നുണ പറയാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പം നുണയോ? അതെ, നുണ തന്നെ. കോളേജിൽ നിനക്ക് ഒരു ചീത്ത കൂട്ടുകെട്ടുകളില്ലെന്നും നീ നിന്റെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അതെ അമ്മേ. അപ്പോൾ അമ്മ ആ വീഡിയോ എടുത്ത് വിക്രത്തെ കാണിച്ചു കൊടുത്തു. വിക്ര ആ വീഡിയോ കണ്ടു. പഠിക്കാനാണോ അതോ തല്ലാനും തല പൊളിക്കാനോ ആണോടാ നീ കോളേജിൽ പോകുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മേ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പം നീ ഒന്നും പറയണ്ട. നിന്റെ കോളേജിലെ പ്രകടനം കണ്ട് നെഞ്ചു പൊട്ടി ഒരു മനുഷ്യൻ അത്താഴത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും ഒച്ചത്തിൽ കരയോ ശബ്ദം ഉയർത്തി സംസാരിക്കുക. ആ മനുഷ്യനെ വഞ്ചിച്ചാൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല വിക്രവും, അതും മനസ്സിലാക്കിയാൽ മതിയെന്നും പറഞ്ഞ അമ്മ. വിക്രത്തിന് പറയാനുള്ളത് അന്നേരം അമ്മയും കേട്ടില്ല. വിക്രം ആകെ തകർന്നിങ്ങനെ അവിടെ നിൽക്കുക, മൊബൈലും കൈ പിടിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ ജീവിത കഥ പറഞ്ഞുകൊണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.